Good morning. Good morning. Today we will learn about formal and actual parameters. ഇന്നലെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സിനെ കുറിച്ച് കേട്ടു. കേൾക്കാമല്ലോ അല്ലേ പറയുന്നത്? സന്തോഷം. ഓക്കെ, ഇന്ന് എന്താണ് ഫോർമൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫോർമൽ പാരാമീറ്റർ ആൻഡ് ആൻ ആക്ച്വൽ പാരാമീറ്റർ? ഞാനും ജോയിൻ ചെയ്യാനുണ്ടോ? ഓക്കെ, ഒരു formal parameters വെച്ച് കഴിഞ്ഞാൽ എന്താ? Parameters that appear in function declaration or function definition. ഫംഗ്ഷന്റെ പാർട്ട് തന്നെ. ഫംഗ്ഷന് 3 പാർട്ട് ഉണ്ട് അല്ലേ? ഫംഗ്ഷൻ പ്രധാനമായിട്ട് 3 പാർട്ടാണ് ഉള്ളത്. ഒന്ന് എന്താ? ഫംഗ്ഷൻ ഡെഫിനിഷൻ, രണ്ടാമത്തേത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, മൂന്നാമത് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ 3 ഉള്ളത് എന്തൊക്കെയാ? ഒന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്, പിന്നൊന്ന് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക അഥവാ ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ്, മൂന്നാമത് ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ഫംഗ്ഷൻ 3 പാർട്ടാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ. ഈ ഫോർമൽ പാരാമീറ്റേഴ്സും ആക്ച്വൽ പാരാമീറ്റേഴ്സും ഒരേപോലെ സംഭവങ്ങൾ തന്നെയാണ്. അത് എവിടെയാണ് എഴുതുന്നത് അനുസരിച്ച് ഫോർമൽ ആവാം അല്ലെങ്കിൽ ആക്ച്വൽ ആവാം. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷനിലാണെങ്കിലോ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും? അതിന് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. പക്ഷെ ഫംഗ്ഷൻ കോളിലാണ് വരുന്നെങ്കിൽ അതിന് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആർ ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ദാറ്റ് അപ്പിയർ ഇൻ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിൽ വരുന്നതിന് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഫംഗ്ഷന്റെ ഡെഫിനേഷനിലോ ഡിക്ലറേഷൻ വന്നെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, see this, look at here. Here we have declare a function int mult int a int b return a star b. അപ്പോൾ ഇതെന്താ പറയുന്നത്? ദിസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ എഴുതുന്ന എവിടെയാണ്? ദിസ് ആണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. പാരാമീറ്റേഴ്സ് ഏതൊക്കെ? a and b are the parameters. The parameters are a and b. These parameters a and b are known as just parameter എന്ന് പറഞ്ഞാൽ a ഉം b ആണ്. വേറെ പേരാണ് ഫോർമൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റർ. ഫോർമൽ പാരാമീറ്റർ മീൻസ് a and b. a and b are the formal parameters. Okay, now മെയിനിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ വിളിക്കുന്നു. ഓക്കെ, ഫംഗ്ഷൻ വിളിക്കുന്നു. ആൻസർ ഇസ് ഈക്വൽ ടു മൾട്ട് എക്സ് കോമ വൈ. എക്സും വൈക്കും പറയുന്ന പേരാണ് ആർഗ്യുമെന്റ്സ് അഥവാ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഓർ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇവിടെ വരുമ്പോൾ അതിന്റെ പേര് ആക്ച്വൽ എന്നാവും. യഥാർത്ഥത്തിൽ വരുന്ന ഇതാണ്. യഥാർത്ഥത്തിൽ ഇതാണ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ ആക്ച്വൽ ആവും, ഇവിടെ വരുമ്പോൾ ഫോർമൽ. ഒരു വേറെ പേരാണ് ഫോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, here we say this is actual. X and Y are actual parameters. Actual parameters can be X and Y, that is variables ആവാം. Actual parameters variables ആവാം. Variables. ഇവിടെയാണെങ്കിലോ 7, 8 എന്ന് പറയാം. It can be values. It can be variables. It can be values. It can be then the 7 plus 8, 9 plus 6 are expressions. Okay, so actual parameters can be variables, values or expressions. Actual parameters is a function call. These are all function calls. Network problem ഉണ്ടെന്ന് ഒരു മിനിറ്റ്. Okay, these are function calls. These are called function calls. Okay, this is function definition. ഇത് ആദ്യം എഴുതിക്കൊണ്ട് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആവശ്യമില്ല, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ വരും. ഡിക്ലറേഷൻ എങ്ങനെ എഴുതാ? ഇന്റ് മൾട്ട് ഇന്റ് ഇന്റ്. ഇവിടെ പാരാമീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉപയോഗിച്ചതിന് പറയുന്ന ഫോം എന്താണ്? Okay, these are the
difference between formal parameters and actual parameters. Is it okay? Look at the definition also. An argument is the actual input expression passed or supplied to a function in the function call statement, where parameter is variable inside the implementation of the function. എനിക്ക് വേണം. I'll tell you once again, clear ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. This is okay. This is function definition, right? This is function definition. This is known as function definition. Oh, great. ഇപ്പൊ കാണാലോ അല്ലെ എഴുതുന്നത്. This is function definition. Okay, definition വരുമ്പോ definition വരുന്ന വരെ parameters അഥവാ formal arguments പറയും. These are parameters or formal arguments. വിളിക്കുമ്പോൾ when we call a function we can say it is argument. വ്യത്യാസം ഇത്രേ ഉള്ളൂ. When we are defining something it is function parameters. When we are calling we say it is argument. Okay, an argument is actual input. Actual input ആണ് argument. Actual input is argument. Okay, അത് formally പറയുന്നതിനെ parameters എന്ന് പറയും. Parameter എന്ന് വെച്ചാൽ എന്താ? Parameter can be formal argument or formal parameter. Argument can be actual arguments or actual parameters. വെറുതെ parameter എന്ന് പറഞ്ഞാൽ അത് formal ആയിരിക്കും. Argument എന്ന് പറഞ്ഞാൽ അത് actual ആയിരിക്കും. So this is the difference between formal and actual parameters. Here it can be a variable. It can be a variable. X and Y are variables. 7, 8, it can be values. 7 plus 8 and 9 plus 6 are expressions. Okay, it can be values, variables, or expressions. And these are function calls. These are function calls. Okay, is it clear now? Now we can pass, see here x and y are passed to the function. X and y function like pass ചെയ്യാണ്. Pass ചെയ്യാൻ രണ്ട് വിധത്തിൽ C pass ചെയ്യാം. They are called by value and called by address. We can pass call by value and call by address. Okay, call by value ആണ് സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. It's a common way of passing strategy. Call by value അല്ലെങ്കിൽ pass by value എന്ന് പറയും. Call by value or pass by value. Okay, ഇവിടെ എന്താ values ആണ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. നമ്മൾ എ ബിയിൽ എന്താണ് വാല്യൂ, വാല്യൂസ് ആണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ഫംഗ്ഷനിൽ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യാം, ആ വാല്യൂ ഒരിക്കലും തിരിച്ചെത്തില്ല. ദ ഒറിജിനൽ വാല്യൂ വിൽ ബി വിത്ത് ദ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇത് നോക്കാം. സി, ഇവിടെ നമ്മൾ എക്സും വൈയും പാസ് ചെയ്തു. എക്സിന്റെ വാല്യൂ 9 ആണ്, വൈയുടെ വാല്യൂ 10 ആണ്. ഓക്കെ, ഇവിടെ വരുമ്പോഴോ എയുടെ വാല്യൂ 9 ആണ്, ബിയുടെ വാല്യൂ 10 ആണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, തിരിച്ചു വരുന്നു. തിരിച്ചെത്തുമ്പോൾ എക്സിന്റെ വൈയുടെ വാല്യൂ മാറില്ല. അതാണ് കോൾ ബൈ വാല്യൂ. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. കോൾ ബൈ വാല്യൂ വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. ഇത് ക്ലിയർ നോ? ഒരു ഫംഗ്ഷനിലേക്ക് മെയിനിന്ന് വാല്യൂ, മെയിൻ വി ഹാവ് മെയിൻ ഫംഗ്ഷൻ. ദിസ് ഈസ് അവർ മെയിൻ ഫംഗ്ഷൻ. ദിസ് ഈസ് അവർ കോളിംഗ് ഫംഗ്ഷൻ. ലൈക്ക് മൾട്ട് എന്ന് എഴുതാം. ദിസ് ആർ ഫംഗ്ഷൻ. ഇവിടെ കുറെ വാല്യൂസ് ഉണ്ട്. എക്സ്, വൈ, ഇസഡ്, 10, 20, 30 പല വാല്യൂസ് ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു വാല്യൂ, 1 വാല്യൂ മാത്രമേ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുള്ളൂ. വേറൊരു വാല്യൂ എഫക്ട് ചെയ്യില്ല. ഈ എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും വാല്യൂ ഇവിടെ 10 ആദ്യമേ എന്തായിരുന്നു അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ചെയ്യാം. പക്ഷെ ഇവിടെ 2 ആവില്ല. ഓക്കെ, വിൽ കവർ ദാറ്റ്. ഓക്കെ, സെക്കൻഡ് വർക്കാണ് കോൾ ബൈ അഡ്രസ്.
വാല്യൂവിന് പകരം നമ്മൾ അഡ്രസ് പാസ് ചെയ്യും. ദിസ് ഓൾസോ നോൺ ആസ് കോൾ ബൈ റെഫറൻസ് ഓർ പാസ് ബൈ അഡ്രസ്. കോൾ ഓർ പാസ്, കോൾ എന്ന് തന്നെ എഴുതാം അല്ലെങ്കിൽ പാസ് എന്ന് എഴുതാം, രണ്ടും സെയിം ആണ്. പാസ് ബൈ വാല്യൂ, പാസ് ബൈ അഡ്രസ്. വി ആർ പാസിംഗ് വാല്യൂസ്. ഓക്കെ, ഹിയർ ഇവിടെ വാല്യൂ അല്ല പാസ് ചെയ്യുക, വാല്യൂ എവിടെ ഏത് മെമ്മറി ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ അഡ്രസ് ആണ് പാസ് ചെയ്യുക. ഇസ് ക്ലിയർ? കോൾ ബൈ വാല്യൂയിൽ വാല്യൂ മാത്രം പാസ് ചെയ്യും, കോൾ ബൈ അഡ്രസ്സിൽ അതിന്റെ അഡ്രസ് ആണ് പാസ് ചെയ്യുക. ലുക്ക് അറ്റ് ദിസ് പ്രോഗ്രാം. ഇവിടെ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, സ്വാപ്പ് ചെയ്യാന്നൊരു പ്രോഗ്രാം എഴുതി. ഓക്കെ, void main int ab void, ഇതെന്താ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്? നമ്മൾ താഴെ എഴുതിക്കൊണ്ട് പ്രോട്ടോടൈപ്പ് ആവശ്യമാണ്. പ്രോട്ടോടൈപ്പ് എഴുതി. ഫംഗ്ഷൻ എങ്ങനെ എഴുതിക്കുന്നത്? void ആണ്, സ്വാപ്പ് ആണ്, രണ്ട് വാല്യൂസ് ഉണ്ട്, ഇന്റ് കോമ ഇന്റ്. ഇന്റ് എ എന്ന് എഴുതണമെന്നില്ല, എഴുതിയാലും തെറ്റൊന്നുമില്ല. Okay, enter the value of a and b. Scan of percentage and a and b. വാല്യൂ ബിഫോർ സ്വാപ്പിംഗ്, വാല്യൂ ആഫ്റ്റർ സ്വാപ്പിംഗ്, ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താ നോക്കാം. ഇന്റ് എ ബി എന്ന് വരുമ്പോൾ എന്താ എ എന്ന് എഴുതി അതിനൊരു മെമ്മറി ലൊക്കേഷൻ ഡിക്ലെയർ ചെയ്തു. അടുത്ത ബി എന്ന് എഴുതി അതിനൊരു മെമ്മറി ലൊക്കേഷൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി സ്കാൻ ഓഫ് ആൻഡ് എ ആൻഡ് ബി, നമ്മൾ രണ്ട് വാല്യൂസ് കൊടുക്കുകയാണ്. 34 98 വാല്യൂ കൊടുക്കുകയാണ്. 34 കൊടുത്തു, ബിയിൽ 98 കൊടുത്തു. ഓക്കെ, ഇത്രയും വരെ എത്തി. ഇത് ചെയ്ത് കഴിഞ്ഞു, സ്കാൻ ചെയ്ത് കഴിഞ്ഞു. പ്രിന്റ് ഓഫ് ദ വാല്യൂസ് ഓഫ് എ ബി ബിഫോർ സ്വാപ്പിംഗ്, അതായത് ഇത് വന്നു, ഇത് വന്നു, ഇത് വന്നു. ബിഫോർ സ്വാപ്പിംഗ് എന്താ വരിക? 34 98 വരും. 34 98 വരും. ഓക്കെ, വി ഗോട്ട് 34 98. അത് എയും ബി അതുപോലെ പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. സ്വാപ്പ് എ കോമ ബി, സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. വി ആർ കോളിംഗ് ദിസ് ഫംഗ്ഷൻ. അപ്പൊ എയുടെ വാല്യൂ 34ഉം നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? എക്കും ബിക്കും വാല്യൂസ് ഉണ്ട് അവിടെ. ആക്ച്വലി വാട്ട് വി ആർ കോളിംഗ് സ്വാപ്പ് എയുടെ വാല്യൂ എത്ര? 34, ബിയുടെ വാല്യൂ 98. ഇതാണ് വിളിക്കുന്നത്, കാരണം എക്കും ബിക്കും വാല്യൂസ് ഉണ്ട് ഇവിടെ. ദീസ് ആർ ആക്ച്വൽ വാല്യൂസ്. സോ നൗ വി ഗോ ടു ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ വരുമ്പോൾ ഇന്റ് എയുടെ വാല്യൂ 34 എന്ന് വന്നു, ബിയുടെ വാല്യൂ 98 എന്ന് വരുന്നു. നമ്മൾ സ്വാപ്പ് ചെയ്യണം, അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം എഴുതിയേക്കുന്നത്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ടെമ്പ് എന്ന് ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നമുക്ക് വന്നേക്കുന്ന വാല്യൂസ് ഉണ്ട്, എയും ബിയും. എ ഇവിടെ തന്നെ എഴുതാം, എ എന്നുള്ള വാല്യൂ എഴുതി, ബി എന്ന് വേറെ ഉണ്ട്. ഇത്രയാണ് ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ളത്. ഇൻറ്റ് ടെമ്പ്. ടെമ്പ് ഈക്വൽ ടു എയുടെ വാല്യൂ 34 ആണ്, ടെമ്പിലേക്ക് 34 കോപ്പി ചെയ്തു. ഓക്കെ, എ ഈക്വൽ ടു ബി, എയിലേക്ക് 98 കോപ്പി ചെയ്തു. ബി ഈക്വൽ ടു ടെമ്പിലേക്ക് 34 കോപ്പി ചെയ്തു. ആക്ച്വലി എയുടെ വാല്യൂ 34ഉം ബിയുടെ വാല്യൂ 98 ആയിരുന്നു. ഇവിടെ വരുമ്പോൾ എയുടെ വാല്യൂ 98 ആയി, ബിയുടെ വാല്യൂ 34 ആയി. ഫംഗ്ഷൻ തീർന്നു, തിരിച്ചു വന്നു. തിരിച്ചു നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ആഫ്റ്റർ സ്വാപ്പിംഗ്. എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ 98ഉം 34 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ ഉത്തരം വന്നേക്ക് നോക്കിയാൽ 34 98 തന്നെയാണ്, വാല്യൂ ഇവിടെ മാറിയിട്ടില്ല. ദിസ് ഇസ് വാട്ട് വി ആർ ഗെറ്റിംഗ്. ലിസൺ കെയർഫുള്ളി. നമ്മൾ സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പും ഒരേ ആൻസർ കിട്ടുന്നത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. എന്താ പറ്റിയേ? ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തില്ലേ? നമ്മളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാ വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, പക്ഷെ തിരിച്ചെത്തുമ്പോൾ അവിടെ മാറുന്നില്ല. സപ്പോസ് വി ആർ പ്രിന്റിംഗ് ദിസ് ഹിയർ, ഇവിടെയാണ് പ്രിന്റ് കൊടുക്കുന്നത് വിചാരിച്ചു. പ്രിന്റ് എയും ബി ഇവിടെ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇവിടെ പ്രിന്റ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുക? 98ഉം 34. കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കിട്ടും. എക്സ്ചേഞ്ച് ചെയ്ത വാല്യൂസ് ആയിരിക്കും ഇവിടെ കിട്ടുക. പക്ഷെ തിരിച്ചെത്തുമ്പോൾ ഈ വാല്യൂ, ഇവിടുത്തെ വാല്യൂസ് ഒന്നും മാറില്ല, ഈ വാല്യൂസ് ചേഞ്ച് ആവുന്നില്ല. ഇവിടെ നമ്മൾ 98 ആക്കി, ഇവിടെ 34 ആക്കി, പക്ഷെ ഇവിടെ വരുമ്പോൾ അത് മാറുന്നില്ല. Listen, this is the problem with call by value. Is it clear? മനസ്സിലായില്ല? ഇവിടെ വരുമ്പോൾ ലോക്കൽ കോപ്പിയാണ് ഉണ്ടാക്കുന്നത്. This is local copy. Local copy of all these variables. ഈ ഫംഗ്ഷൻ തീരുന്നതോടെ അതെല്ലാം ടെർമിനേറ്റ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് ഇത് കഴിയും, ഇവിടെ വരുമ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തു, ഇതെത്തി കഴിയുമ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യും. ഇതൊന്നും വേണ്ട, തിരിച്ചിങ്ങോട്ട് വരും. ചെയ്തത് അവിടെ ചെയ്തു, തിരിച്ചിങ്ങോട്ട് വരില്ല. തിരിച്ചു കിട്ടുന്ന എന്ത് വേണം? വി ഹാവ് ടു യൂസ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ എ എന്ന് എഴുതാം. റിട്ടേൺ ചെയ്ത് നമുക്ക് തിരിച്ചിട്ട് കിട്ടും. പക്ഷെ റിട്ടേൺ എയും ബിയും ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് റിട്ടേൺ ദിസ്. റിട്ടേൺ എ കോമ ബി, ഇത് പറ്റില്ല. ദിസ് ഇസ് റോങ്. വി ക്യാൻ റിട്ടേൺ ഓൺലി വൺ വാല്യൂ. റിട്ടേൺ എങ്ങനെയാ? റിട്ടേൺ ഓൺലി വൺ വാല്യൂ. വി ക്യാൻ റിട്ടേൺ ഓൺലി വൺ വാല്യൂ. വി കനോട്ട് റിട്ടേൺ മോർ ദാൻ വൺ വാല്യൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചെത്തിക്കാൻ പറ്റും. രണ്ട് വാല്യൂ തിരിച്ചെത്തിക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് അഡ്രസ്സിംഗ്. അഡ്രസ് മെക്കാനിസം. കോൾ ബൈ അഡ്രസ് ചെയ്യണം. ഇറ്റ്സ് പ്രോബ്ലം ക്ലിയർ നോ? നമ്മളൊരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. വി ആർ പാസിംഗ് ദ വാല്യൂസ്. ഓക്കെ, ഇവിടെ എന്താ? ദിസ് ഇസ് നോൺ ആസ് പാസ് ബൈ വാല്യൂ. പാസ് ബൈ
വാല്യൂ. വാല്യൂ ഇവിടെ എത്തി. ദാറ്റ് ഈസ് വാല്യൂ ഈ 34 വാല്യൂ ഇങ്ങോട്ട് പാസ് ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ റിട്ടേൺ വാല്യൂ മാത്രം തിരിച്ചെത്തുള്ളൂ. റിട്ടേണിൽ കൂടെ ഒരൊറ്റ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റും. യു കനോട്ട് റിട്ടേൺ മോർ ദാൻ വൺ വാല്യൂസ് ത്രൂ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ രണ്ട് വാല്യൂ ഇതേപോലെ എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്യാൻ എന്ത് വേണം? യു ഹാവ് ടു പാസ് ബൈ അഡ്രസ്. ക്ലിയർ? ക്ലിയർ? അഡ്രസ് വെച്ച് പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അഡ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിന്റെ അഡ്രസ് ആണ് പാസ് ചെയ്യുക, വാല്യൂ അല്ല. 3490 എന്നുള്ളതല്ല, 3490 എവിടെയാണ് എഴുതിയേക്കുന്നത്, ഏത് മെമ്മറി ലൊക്കേഷനാണ് എഴുതിയേക്കുന്നത്, ആ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ. In order to learn this pass by address mechanism, we have to learn what is a pointer. Pointer എന്താണെന്ന് നോക്കണം. Okay. We have to learn about pointers. Here, every variable is a memory location, and every memory location has its address defined, which can be accessed using ampersand operator, which denotes the address in memory. നമ്മൾ സാധാരണ സ്കാൻ ഓഫ് ചെയ്യുന്ന ഇങ്ങനെ ആൻഡ് ഉപയോഗിച്ചാണ് റീഡ് ചെയ്യുന്നത്. ആൻഡിന്റെ അർത്ഥം എന്താ? അഡ്രസ്. ദിസ് ഇസ് നോൺ ആസ് അഡ്രസ്. ഓക്കെ. ലുക്ക് അറ്റ് സാമ്പിൾ പ്രോഗ്രാം. സാധാരണ പ്രോഗ്രാം നോക്കാം. We have declared variable 1, variable 2. Print of the address of the variable is, ഇതിന്റെ അഡ്രസ് പ്രിന്റ് ചെയ്യണം. ആൻഡ് var1. എങ്ങനെ അഡ്രസ് പ്രിന്റ് ചെയ്യുക? നമ്മൾ var എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് var ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, var2 ഒരു അറേ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇതാണ് ഇവിടെ രണ്ടിടത്ത് സംഭവിച്ചേക്കുന്നത്. ഇതിന് ഓരോന്നിനും അഡ്രസ് ഉണ്ടാവും. വി ഹാവ് ആൻ അഡ്രസ്, മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷൻ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. വാല്യൂ പ്രിന്റ് ചെയ്യുന്ന ഇത് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരിക? പ്രിന്റ് ഓഫ് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ var1 പ്രിന്റ് ചെയ്താൽ മതി. അഡ്രസ് പ്രിന്റ് ചെയ്യണമെങ്കിലോ വി ഹാവ് ടു യൂസ് ആൻഡ് സിമ്പിൾ. ശ്രദ്ധിക്കുക, അതേപോലെ എക്സ് വെച്ച് പ്രിന്റ് ചെയ്താൽ മാത്രമേ അഡ്രസ് പ്രിന്റ് ചെയ്യാൻ പറ്റൂ. അഡ്രസ് ആർ സ്റ്റോർഡ് ഇസ് എ വെരി ബിഗ് നമ്പർ. വി ഹാവ് ടു പ്രിന്റ് ഇറ്റ് യൂസിങ് ആമ്പർസാൻഡ് എക്സ്, പെർസെന്റേജ് എക്സ്, എക്സ്പ്രസിബിൾ വാല്യൂ വെച്ച് പ്രിന്റ് ചെയ്താൽ മാത്രമേ അഡ്രസ് കിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താ വരിക? The above code is will produce a result. Address of variable 1 is ഒരു address value. അതായത് ഇത് സ്റ്റോർ ചെയ്തേക്കുന്നത് BFF5A400 നിങ്ങളുടെ അഡ്രസ്സാണ് ഇത് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇതാണെങ്കിലോ BFF5A3F6 ഈ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ആ അഡ്രസ് രണ്ടുമായിരിക്കും പ്രിന്റ് ചെയ്ത് തരാം. ഓക്കെ. Look at this one. I'll tell you more about pointers. Pointer is a memory location. Pointer is a variable whose value is the address of another variable. That is direct access of memory location. Like any variable constant, we must declare a pointer just like any variable address. ഇതാണ് അതിന്റെ ജനറൽ ഫോർമാറ്റ്. ഇതൊന്നും ഡെഫിനിഷൻ നോക്കേണ്ടത്. ദിസ് ഇസ് എ ജനറൽ ഫോർമാറ്റ്. ടൈപ്പ്, വേരിയബിൾ നെയിം. നമ്മൾ സാധാരണ ഇൻറ്റിജേഴ്സ് എങ്ങനെ എഴുതുക? ഇൻറ്റ് എ ഇങ്ങനെയൊക്കെ എഴുതുക. This is how we declare a normal integers. പോയിന്റർ ആണെങ്കിലോ ഇൻറ്റ് എഴുതണം, സ്റ്റാർ എഴുതണം, പോയിന്റർ എന്തെങ്കിലും വേരിയബിൾ ഉപയോഗിക്കാം. ഇൻറ്റ് സ്റ്റാർ എ, ദിസ് ഇസ് എ പോയിന്റർ. സാധാരണ നമ്മൾ പി എ എന്ന് എഴുതും, പോയിന്റർ ടു എ എന്നറിയാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് നോട്ട് റിക്വയർഡ്. എങ്ങനെയാണെങ്കിലും എഴുതാം. ഒരു പി എന്നുള്ള പേരോട് ഉപയോഗിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, വി ക്യാൻ യൂസ് ഇറ്റ്. ദിസ് ഇസ് ഹൗ വി ഡിക്ലെയർ എ പോയിന്റർ. ഒരൊറ്റ ഡിഫറൻസ് ഉള്ള സ്റ്റാറോട് വരും. സ്റ്റാർ എന്ന് വരുന്നത് മാത്രം ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ. The asterisk symbol is used to declare a pointer. Okay. അടുത്ത int star ip, float star fp. This is pointer to an integer. This is pointer to a floating point number. This is pointer to a double. This is pointer to a character. സാധാരണ നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതെല്ലാം എഴുതും അതെല്ലാം തന്നെ പോയിന്റേഴ്സിൽ ഉപയോഗിക്കാം. We can use ഏത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് നമ്മൾ ഉപയോഗിക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് പോയിന്റേഴ്സ് ഉപയോഗിക്കാം. ഒറ്റ വ്യത്യാസമുള്ളൂ, സാധാരണ നമ്മൾ സ്റ്റാർ ഇടില്ല, ഇവിടെ ആകുമ്പോൾ സ്റ്റാർ ഇടും. ദിസ് ഇസ് ഹൗ വി ഡിക്ലെയർ എ പോയിന്റ്. ഓക്കെ. പോയിന്റ് പ്രിന്റ് ചെയ്യണമെങ്കിലോ പോയിന്റർ അഡ്രസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ പെർസെന്റേജ് എക്സ് ഉപയോഗിക്കണം. പോയിന്റർ വേരിയബിൾ ക്യാൻ ബി യൂസ്ഡ്. അത് അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അഡ്രസ് സ്റ്റോർ ചെയ്യാനായിട്ട് പെർസെന്റേജ് എക്സ് സിമ്പിൾ ഉപയോഗിക്കണം. പോയിന്റർ ക്യാൻ ബി null ടു whose value is 0. That can be declared using int star ptr is equal to null. അങ്ങനെ integer pointer declare ചെയ്യാം, null pointer declare ചെയ്യാം. Now look at this one. This is an example. Listen carefully. Here we have declared
ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് വാട്ട് ഈസ് എ പോയിന്റ്. ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. ആദ്യമേ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 7, സെഡ് ഈക്വൽ ടു 10. ഇപ്പൊ എന്താ സംഭവിക്കുക? എക്സ് വരും, എക്സിന് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, മെമ്മറി ലൊക്കേഷനിൽ 3 സ്റ്റോർ ചെയ്തു. വൈ വരും, വൈക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അവിടെ 7 സ്റ്റോർ ചെയ്തു. ഇസഡ് വരും, ഇസഡിന് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അവിടെ 10 സ്റ്റോർ ചെയ്തു. അടുത്തത് ഇൻറ്റ് സ്റ്റാർ പി എക്സ് പി വൈ സ്റ്റാർ പി സെഡ്. പോയിന്റേഴ്സ് ആണ്. ഓക്കെ, എക്സിൽ 3 മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ്. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അടുത്തത് ഇൻറ്റ് സ്റ്റാർ പി എക്സ് സ്റ്റാർ പി വൈ സ്റ്റാർ പി സെഡ്. 3 പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, 3 പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്തു. ഇനി എന്താ? പി എക്സ് ഈക്വൽ ടു ആൻഡ് എക്സ്. ഓരോന്നും ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. എക്സ് 61ff10 y is 61ff0c. These are all hexadecimal numbers. ff08, this is the memory location. Okay, ഇനി എന്താ? ഇൻറ്റ് സ്റ്റാർ പി എക്സ് സ്റ്റാർ പി വൈ സ്റ്റാർ പി സെഡ്. 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പി എക്സ്, പി വൈ, പി സെഡ്. ഓക്കെ, ഇനി എന്താ? പി എക്സ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എക്സ്. പി എക്സിനകത്ത് എക്സിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുക. എക്സിന്റെ അഡ്രസ് എന്താണ്? ഇതാണ് എക്സിന്റെ അഡ്രസ്. പി എക്സിലേക്ക് എക്സിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുക. 61ff10. പി വൈ is equal to and y. വൈയുടെ അഡ്രസ് സ്റ്റോർ ചെയ്യുക. 61ff0c. ഇതിനകത്തോ പി സെഡ് is equal to and സെഡിലേക്ക് 61ff08. When we write like this, we can say that px is a pointer to x. That is, px is a pointer to x. അതിന്റെ അർത്ഥം എന്താ? pxന്റെ അകത്ത് xന്റെ അഡ്രസ് ഉണ്ട്. px knows the address of x. px is a pointer to x means px knows the address of x. xന്റെ അഡ്രസ് pxന് അറിയാം. അതാണ് പോയിന്റിന്റെ അർത്ഥം. ഓക്കെ, ഇത് ക്ലിയർ? അപ്പൊ px എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ പോയിന്റ്. pxനകത്ത് എന്താ ഉള്ളത്? 615510. ആ അഡ്രസ് പോയി തപ്പിയാലോ? x ആണ്. px പറഞ്ഞാൽ എന്താ? pxൽ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട്. px points to x. Similarly, py points to y. pz points to z. Okay, this is what happens. Now we are going to print x equal to y equal to z equal to x, y, z. എന്താ വരിക? x equal to 3, y equal to 7, z equal to 10. Okay, ഇനി print of and x equal to percentage x and x. Address of x ആണ് പ്രിന്റ് ചെയ്യുന്നത്. and y equal to percentage x and y. and z is equal to percentage x and z. We are printing the address of x. We are printing the address of x and y and z. The chat ഇരുന്നുണ്ടല്ലോ. ഇപ്പൊ കേൾക്കാമോ? Is it okay now? ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യമേ ഇൻറ്റ് എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോൾ 3 വേരിയബിൾ എക്സ് വൈ സെഡ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ പി എക്സ് പി വൈ പി സെഡ് എന്ന് പറയുമ്പോൾ പോയിന്റർ സ്റ്റോർ ചെയ്യാൻ പറ്റിയ സ്പേസ് ഉള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യും. ഇനി ഇവിടെയാണ് അഡ്രസ് ചെയ്യുന്നത്. പി എക്സ് ഈക്വൽ ടു ആൻഡ് എക്സ്. ദാറ്റ് മീൻസ് പി എക്സ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എക്സ് ഓർ പി എക്സ് ഈസ് എ പോയിന്റർ ടു എക്സ്. അതേപോലെ പി വൈ ഈസ് എ പോയിന്റർ ടു വൈ, പി സെഡ് ഈസ് എ പോയിന്റർ ടു. ദാറ്റ് മീൻസ് പി എക്സിലും പി വൈയിലും പി സെഡിലും ഈ കറസ്പോണ്ടിങ് വേരിയബിൾസിന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ,
പി എക്സിനകത്ത് എക്സിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്തു, പി വൈക്കകത്ത് വൈയുടെ അഡ്രസ് സ്റ്റോർ ചെയ്തു, പി സെഡിനകത്ത് സെഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്തു. വി ക്യാൻ സേ ദാറ്റ് പി എക്സ് ഇസ് എ പോയിന്റർ ടു എക്സ്, പി വൈ ഇസ് എ പോയിന്റർ ടു വൈ, പി സെഡ് ഇസ് എ പോയിന്റർ ടു ഇസെഡ്. ഓക്കെ, ഇനി ഓരോന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എക്സിനകത്ത് ട്രിവിയൽ ആണ്, എക്സ് സാധാരണ പ്രിന്റ് ചെയ്യുന്നത് പ്രിന്റ് ചെയ്യുക. ആൻഡ് എക്സ് എന്താ വരിക? ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു പെർസെന്റേജ് എക്സ്, എക്സിന്റെ അഡ്രസ് 61. എക്സ് ഇതാണ്, ഞാൻ നോക്കി എഴുതിയത്, അതുകൊണ്ട് കറക്റ്റ് വന്നേക്കണം. എക്സിന്റെ അഡ്രസ് നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്, എക്സിന്റെ അഡ്രസ് കിട്ടി. ഓക്കെ, അടുത്ത വൈഡ് അഡ്രസ്സോ, ചേഞ്ച് ദ കളർ ഓഫ് ദ പെൻ. ഓക്കെ, വൈഡ് അഡ്രസ്സോ, വൈഡ് അഡ്രസ് ഇതാണ് കിട്ടിയേക്കുന്നത്. ദിസ് ഈസ് വൈഡ് അഡ്രസ്. ഇസിന്റെ അഡ്രസ് ഇതാണ് 611FF08. ഓക്കെ, ഇനി പി എക്സ് പ്രിന്റ് ചെയ്യാൻ നോക്കാം. പി എക്സ് പ്രിന്റ് ചെയ്താലോ എക്സിന്റെ അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യുക. പി വൈയിലും സെയിം വാല്യൂസ്, ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്, മൂന്ന് അതേ വാല്യൂസ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി ഓക്കെ ക്ലിയർ. എക്സിന്റെ അകത്ത് എക്സിന്റെ അഡ്രസ് ഉണ്ട്, പി വൈയുടെ അകത്ത് വൈയുടെ അഡ്രസ് ഉണ്ട്, പി സിന്റെ അകത്ത് സെറ്റിന്റെ അഡ്രസ്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് പോയിന്റേഴ്സ് ഉപയോഗിച്ച് പി എക്സ് ഉപയോഗിച്ച് 3 പ്രിന്റ് ചെയ്യണം. വി ഹാവ് ടു പ്രിന്റ് 3 യൂസിങ് പി എക്സ്. പി എക്സിനകത്ത് എന്താ ഉള്ളത്? 611FF10. ദിസ് ഇസ് പി എക്സിനകത്ത് ഇതാ ഉള്ളത്. ഇതിലുള്ള വാല്യൂ കണ്ടുപിടിക്കണം. വി ഹാവ് ടു യൂസ് സ്റ്റാർ പി എക്സ്. ക്ലിയർ? സ്റ്റാർ പി എക്സ്. സ്റ്റാർ പി എക്സ് വെച്ചാൽ പി എക്സിന്റെ അഡ്രസ്സിലുള്ള വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, make that concept once more. Star px means px ൽ എന്താ ഉള്ളത്? 61110. ഈ 61110 അഡ്രസ് എന്താ ഉള്ളത്? 3 ആണുള്ളത്. 3 will be print. Okay, this is what happens. Star px means px is a pointer to x. x ലെ വാല്യൂ എന്താണ് അതാണ് പ്രിന്റ് ചെയ്യുക. Is that clear? Star py means we will print the value of y. Star pz means we will print the value of z. Okay, let's explain this concept once more. Let's erase all the ink. Okay, see here what we have declared is we have declared x, y, z. മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. Let the variable be 3, 7, 10. Okay, now we are declaring pointer to x, px, py, pz. px ഉം py ഉം pz ഉം പോയിന്റേഴ്സ് ആണ്. ഓക്കെ, പോയിന്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ചെയ്യുന്നത് എന്താ? px equal to and x. px points to this. py points to py equal to and y, so py points to this. pz is equal to and z, so pz points to this. Okay, now xyz പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 3, 7, 10 പ്രിന്റ് ചെയ്തിട്ട്. അടുത്തത് ആൻഡ് എക്സ്, അഡ്രസ് ഓഫ് എക്സ്. എക്സിന്റെ അഡ്രസ് പ്രിന്റ് ചെയ്യാൻ പറയാണ്. എക്സിന്റെ മെമ്മറി ലൊക്കേഷൻ ഏതാണ് അതാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇതിന്റെ മെമ്മറി ലൊക്കേഷൻ 61FF10 ആണ്. ഇത് 61FF0C ആണ്. ഇത് 61FF08. ഇത് എക്സിൽ പെർസെന്റേജ് എക്സിൽ പ്രിന്റ് ചെയ്തുകൊണ്ടാണ് ഹെക്സാഡെസിമൽ വാല്യൂസ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ദീസ് ആർ ഓൾ ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. അതെന്തുകൊണ്ടാണ് കിട്ടിയേക്കണേ? വി ആർ പ്രിന്റിംഗ് യൂസിങ് പെർസെന്റേജ് എക്സ്. പെർസെന്റേജ് ഡിയിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ചെറിയ നമ്പർ അല്ല, ഇറ്റ്സ് എ വെരി ബിഗ് നമ്പർ. സോ വി ഹാവ് ടു യൂസ് എ ഹൈ ഫോർമാറ്റിംഗ് എക്സ്പ്രഷൻസ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ അഡ്രസ് ഇവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പി എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ പി എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് പ്രിന്റ് ചെയ്യുക. When we are trying to print px, what will be printed? See, px print ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇത് പ്രിന്റ് ചെയ്യും. ഇതാണ് px പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ കൊടുക്കുക. When you are trying to print px, we get like this. Okay, py print ചെയ്യാൻ പറഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യും. px ഇതിന്റെ ഉള്ളിലെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിലോ, suppose we want to print this one, in print ചെയ്യണമെങ്കിൽ സ്റ്റാർ px കൊടുക്കണം. സ്റ്റാർ px കൊടുത്ത് 3 പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. വെറുതെ px എന്ന് പറഞ്ഞാൽ അഡ്രസ് will be printed. Address of the variable. Address of the variable p points to. p ഏതിലേക്ക് പോയിന്റ് ചെയ്യുന്നു അതിന്റെ അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. വാല്യൂ പ്രിന്റ് ചെയ്യുന്നല്ലോ, സ്റ്റാർ px prints the value of the variable p points to. Clear? p ഏതിലേക്ക് പോയിന്റ് ചെയ്യുന്നു അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് സ്റ്റാർ ഉപയോഗിക്കാം. വെറുതെ px വെച്ച് കഴിഞ്ഞാൽ px means address of x. That is px means it is address of x. px വെച്ചാൽ അഡ്രസ്, എക്സിന്റെ അഡ്രസ് ആയിരിക്കും. ക്ലിയർ? px പറഞ്ഞാൽ അഡ്രസ് പ്രിന്റ് ചെയ്യും, സ്റ്റാർ px പറഞ്ഞാൽ വാല്യൂ പ്രിന്റ് ചെയ്യും. This is about pointers. Okay.
ഈ പോയിന്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കോൾ ബൈ അഡ്രസ് ചെയ്യുക. പോയിന്റർ ക്യാൻ ബി ആഡഡ്. നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷനിലെ പോയിന്റേഴ്സ് ഉപയോഗിക്കാം. വി ക്യാൻ യൂസ് പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് ആൻഡ് മൈനസ്. ഈ 4 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പോയിന്റേഴ്സ് ഉപയോഗിക്കാം. ലിഖ്യ ഇന്റ് ഒരു അറേ ഡിക്ലെയർ ചെയ്തു, സ്റ്റാർ പോയിന്റർ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നൗ വി ക്യാൻ റൈറ്റ് ptr is equal to a, address of a. A is an array. Array ആകുമ്പോൾ അഡ്രസ് എഴുതണമെന്നില്ല. ഒരു കാര്യം പറയാം. അറേ ആണ് a means a is equal to and a0 എന്നർത്ഥം. നമുക്ക് പോയിന്റർ അസൈൻ ചെയ്യണമെങ്കിൽ ptr is equal to and array 0. or വെറുതെ നമുക്ക് ptr is equal to a എന്ന് എഴുതാം. ഇതെല്ലാം സെയിം ആണ്, രണ്ടും ഒന്നാണ്. ഓക്കെ, പോയിന്റർ ക്യാൻ ബി ആഡഡ്. ptr പ്ലസ് പ്ലസ് ചെയ്യാം, ptr മൈനസ് മൈനസ് ചെയ്യാം, ptr is equal to ptr പ്ലസ് വാല്യൂ ചെയ്യാം, ptr is equal to ptr മൈനസ് വാല്യൂ ചെയ്യാം. അതിലെ പോയിന്റർ കമ്പയർ ചെയ്യാം, ഈക്വൽ ടു ഉപയോഗിച്ച് കമ്പയർ ചെയ്യാം, ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ നോക്കാം. These operators are available with pointers. Okay. Now we'll see the same program. നമ്മൾ സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്ത് പോയിന്റർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം. പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് വാല്യൂ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ചേഞ്ചസ് മാത്രം നോക്കാം. സ്വാപ്പ്, ഓക്കെ, സ്വാപ്പ് ഇത് പിന്നെ പറയാം. എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ്. എയും ബിയും ചെയ്തു, എയും ബിയും സ്കാൻ ചെയ്തു. വാല്യൂസ് ബിഫോർ പ്രിന്റിംഗ് ഒക്കെ സെയിം പഴയ പോലെ തന്നെയാണ്. പാസ് ചെയ്ത് നോക്കിയേ. വെൻ വി പാസ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സ്വാപ്പ് ആൻഡ് എ കോമ ആൻഡ് ബി. സ്വാപ്പ് എ ബി അല്ല, എയും ബിയുടെ അഡ്രസ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രസ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്ത് വരുത്തണം? അഡ്രസ് ആകുമ്പോൾ ഇവിടെ വാല്യൂ വേണം. എവിടെ ആൻഡ് പാസ് ചെയ്യുന്നുണ്ടോ, ലിസൺ നൗ, ലിസൺ കെയർഫുള്ളി. ഇവിടെ നമ്മൾ സാധാരണ എഴുതുമ്പോൾ എ ബി എന്ന് എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ ആൻഡ് എ ആൻഡ് ബി ആണ് പാസ് ചെയ്തേക്കുന്നത്. ആൻഡ് ബി പാസ് ചെയ്യുമ്പോൾ സ്റ്റാർ എ സ്റ്റാർ ബി വെച്ചിട്ടാണ് റീഡ് ചെയ്യുക. എവിടെയൊക്കെ ആൻഡ് വെച്ച് പാസ് ചെയ്തിട്ടുണ്ടോ അത് ഫംഗ്ഷൻ ഫംഗ്ഷൻ വരുമ്പോൾ സ്റ്റാർ എ സ്റ്റാർ ബി വെച്ചാണ് റിസീവ് ചെയ്യുക. ഓക്കെ, ഇൻപുട്ട് ടെമ്പ് ഈക്വൽ എവിടെയൊക്കെ എ ഉണ്ടോ അവിടെ സ്റ്റാർ എ ഉപയോഗിക്കാം. സ്റ്റാർ എ സ്റ്റാർ ബി ടെമ്പ്. എക്ക് ബിക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്റ്റാർ എ സ്റ്റാർ ബി ഉപയോഗിക്കാം. കാരണം എന്താ, നമ്മൾ ആൻഡ് ഉപയോഗിച്ചാൽ പാസ് ചെയ്തേക്കണം. ഓക്കെ, അതുപോലെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോട്ടോടൈപ്പ് എന്താ, വോയിഡ് സ്വാപ്പ് ഇൻഡ് സ്റ്റാർ ആണ്. ഇൻഡ് സ്റ്റാർ, ഇൻഡ് എ എഴുതണ്ട, ഇൻഡ് സ്റ്റാർ. മറ്റേ ഇൻഡിൻ എഴുതുമായിരുന്നു, ഇവിടെ ഇൻഡ് സ്റ്റാർ എഴുതാൻ. ഓക്കെ, ഇത് എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. We trace with main int ab. a വരുമ്പോൾ എന്താ വരുന്നത്? a ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. let the address be 6ff10b. ഞാൻ വെറുതെ എഴുതിയതാ. അടുത്ത b ആണ്, bയും ഒരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, 6ff10c. let this be the address. This is prototyping. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, കമ്പയർ എന്ന് പറഞ്ഞു കൊടുക്കാനാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. the value of a and b. scan of and a and b. എൻ്റെ വാല്യൂ എന്താ കൊടുത്തത്? 34 98 കൊടുത്തത്. അപ്പോൾ 34 നമ്മൾ ഇവിടെ എഴുതി, 98 നമ്മൾ ഇവിടെ എഴുതി. ദിസ് പാർട്ട് ഈസ് ട്രിവിയൽ. നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, ദ വാല്യൂസ് ബിഫോർ സ്വാപ്പിംഗ് പ്രിന്റ് ചെയ്തു. These three things are over. Now we are calling the function swap with a and b. Address of a. അപ്പോൾ സ്വാപ്പ് എങ്ങനെയാണ് വിളിക്കുന്നത്? സ്വാപ്പിലെ അഡ്രസ് ആണ് പാസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്വാപ്പ് വിളിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ എഴുതാം, സ്വാപ്പ് ആൻഡ് എ ആൻഡ് ബി. 6ff10b 6ff10c എന്നാണ് പാസ് ചെയ്യുന്നത്. 3498 അല്ല. ഓക്കെ, 3498 അല്ല, അതിന് പകരം അഡ്രസ് ആണ് പാസ് ചെയ്തേക്കുന്നത്. ഇവിടെ വരുമ്പോഴോ എ എന്ന് പറഞ്ഞാൽ 6ff94 ആണ്. അതായത് സ്റ്റാർ ഓഫ് 6ff10b, സ്റ്റാർ ഓഫ് 6ff10c. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ദാറ്റ് മീൻസ് സ്റ്റാർ ഓഫ് സ്റ്റാർ, ഇതിനുള്ള സ്റ്റാർ എന്താ? 34 ആണ്. ഇവിടെ 34 കിട്ടും, ഇവിടെ 98 കിട്ടും. ആദ്യം കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും അറിയാനില്ല. എവിടെയൊക്കെ ആൻഡ് ഉപയോഗിക്കുന്നോ അത് സ്റ്റാർ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, 3498 കിട്ടി. ഇനി ഇവിടെ ടെമ്പ് ലോക്കൽ വേരിയബിൾ. ടെമ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ടെമ്പ് ഒരു ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ, ടെമ്പ് ഈക്വൽ ടു സ്റ്റാർ എ. സ്റ്റാർ എ 34 ആണ് ഇവിടെ എഴുതി. ഓക്കെ, സ്റ്റാർ എ ഈക്വൽ ടു സ്റ്റാർ ബി. സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്താ, 34ന്റെ അഡ്രസ് ആണ്. സ്റ്റാർ എ ഈക്വൽ ടു സ്റ്റാർ ബി, അതായത് 655 വാല്യൂസ് എന്താണോ അത് മാറ്റുക. അത് ഇവിടെ മാറ്റി, ഇവിടെ എന്ത് പറ്റി? ഇവിടെ 98. ഓക്കെ, സ്റ്റാർ ബി ഈക്വൽ ടു ടെമ്പ്. സ്റ്റാർ ബി ഈക്വൽ ടു ടെമ്പ്, ടെമ്പിന്റെ വാല്യൂ 34 ആണ്. 34 ഇവിടെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അതായത് 6ff10cയുടെ അഡ്രസ്സിലാണ് ഇവിടെ മാറ്റാൻ വരുന്നത്. ഇവിടെ ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഫംഗ്ഷൻ തീരുന്നു. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇവിടുത്തെ ഒറിജിനൽ വാല്യൂ, മെയിനിലെ വാല്യൂസ് എന്താ? മെയിനിലെ വാല്യൂസ് മാറി.
we are printing the ചെയ്ത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ print the values of a b after subtracting is a and b. നമുക്ക് ഈ values ചേഞ്ച് ചെയ്തു. ഈ 3498 ആണ് ആദ്യം വന്നത്, ഇവിടെ വരുമ്പോൾ 9834 ആയി. Is it clear now? ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് അല്ല, വാല്യൂസ് ആകുമ്പോൾ എന്തൊരു ഇവിടെ ലോക്കൽ കോപ്പി ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഇവിടെ ഇത് ടെമ്പ് മാത്രമേ ലോക്കൽ ഉള്ളൂ, ടെമ്പ് ഇസ് എ ലോക്കൽ. എയും ബി എന്താ മെയിൻ്റെ എയും ബി ആണ്, മെയിൻ ഫംഗ്ഷൻ എയും ബി ആണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെയാണ് മാറ്റം വരുത്തിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? പറയണോ? ടെൽ യു അഗൈൻ. ഇത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ലിസൺ. ഓക്കെ, ടെൽ ദ സെയിം പ്രോഗ്രാം അഗൈൻ. ഇവിടെ ചേഞ്ചസ് ഇതാണ്. ഒന്ന് സ്വാപ്പ് വിളിക്കുമ്പോൾ അഡ്രസ് ആണ് പാസ് ചെയ്യുന്നത്. വി ആർ പാസിംഗ് ബൈ അഡ്രസ്. പാസ് ബൈ അഡ്രസ്. എ ബി എന്ന് വെച്ചാൽ പാസ് ബൈ വാല്യൂ ആണ്, ഇവിടെ പാസ് ബൈ അഡ്രസ് ആണ്. ഓക്കെ, പാസ് ബൈ അഡ്രസ് വരുമ്പോൾ എന്ത് വേണം? അത് എഴുതുന്ന സ്ഥലത്ത് ഇൻഡ് എ ബി പോരാ, സ്റ്റാർ എ സ്റ്റാർ ബി വെച്ച് എഴുതാനായിട്ട്. അതേപോലെ ഇത് ടെമ്പററി വേരിയബിൾ പോയിന്റേഴ്സ് ഒന്നും വേണ്ട, സാധാരണ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ, അങ്ങോട്ട് ഇവിടെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ. അപ്പോൾ അതിന് പോയിന്റേഴ്സിന് ആവശ്യമില്ല. എവിടെയൊക്കെ എ ഉണ്ടോ നമ്മൾ സാധാരണ പ്രോഗ്രാം എങ്ങനെ എഴുതാം? ഇൻഡ് ടെമ്പ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി ഈക്വൽ ടു ടെമ്പ്. ഇതാണ് സാധാരണ ചെയ്യുന്ന പ്രോഗ്രാം, സാധാരണ നമ്മൾ ഇന്റർചേഞ്ച് ഉപയോഗിക്കുന്ന പ്രോഗ്രാം. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ എന്താ വരുന്നത്? എവിടെയൊക്കെ എ ഉണ്ടോ അവിടെയൊക്കെ സ്റ്റാർ ഇടാം. ദിസ് വിൽ ബി സ്റ്റാർ എ, ദിസ് സ്റ്റാർ എ സ്റ്റാർ ബി, ഇവിടെ സ്റ്റാർ ഇടാം. ഇത്ര വ്യത്യാസമുള്ളൂ. എവിടെയൊക്കെ എ ഉണ്ടോ അവിടെ സ്റ്റാർ കൊടുക്കാം. പ്രോഗ്രാം എങ്ങനെ സാധാരണ എഴുതാറ്? ഇൻഡ് എ ബി എന്ന് എഴുതാറ്, അവിടെ സ്റ്റാർ എ സ്റ്റാർ ബി. ഓക്കെ, യൂഷ്വലി എഴുതുന്ന പ്രോഗ്രാം തന്നെ എഴുതിയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. എവിടെയൊക്കെ എയും ബിയും ഉണ്ട് അവിടെ സ്റ്റാർ ഇട്ട് കൊടുക്കുക. ഇവിടെ പാസ് ചെയ്യുമ്പോൾ ആൻഡ് എ ആൻഡ് ബി വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി എന്താ നടക്കുക നോക്കാം. ഇവിടെ ആദ്യമേ എ ബി ക്രിയേറ്റ് ചെയ്തു, എ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ബി ക്രിയേറ്റ് ചെയ്തു. എയിലും ബിയിലും വാല്യൂസ് നമ്മൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് 8 9 എഴുതാം. എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ 8 9 കൊടുത്തേക്കും, 8 9. ഓക്കെ, ഈ ഫംഗ്ഷനിലെത്തി. ഫംഗ്ഷൻ ചെയ്തപ്പോൾ ടെമ്പററി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ടെമ്പ് എന്നുള്ള വാല്യൂ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക. മെയിൻ്റെ അത് ടെമ്പല്ല, ഇവിടുത്തെ ടെമ്പ ക്രിയേറ്റ് ചെയ്യുക. ടെമ്പിലേക്ക് എയുടെ വാല്യൂ ഈ വാല്യൂ ദിസ് വാല്യൂ 8 ഇങ്ങോട്ട് എഴുതി. ദാറ്റ്സ് വി ആർ റൈറ്റിംഗ് 8 ഹിയർ. ഓക്കെ, നൗ എ ഈക്വൽ ടു ബി, എയിലേക്ക് ബിയുടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഇസ് എയിലേക്ക് ബിയുടെ വാല്യൂ കൊടുക്കുക. അത് 9 ഇവിടെ എഴുതി. പഴയത് മാറിയത് 9 എഴുതുന്നത്. ഇനി എന്ത് വേണം? ബിയിലേക്ക് ടെമ്പ് കൊടുക്കുക. ഈ ടെമ്പററി വാല്യൂ ബിയിലേക്ക് കൊടുക്കുക. ബിയിലേക്ക് 8. അപ്പോൾ ഒറിജിനൽ വാല്യൂ ഇസ് ചേഞ്ച്ഡ്. അതാ മനസ്സിലാക്കാനുള്ളൂ. പാസ് ബൈ അഡ്രസ് ആണെങ്കിൽ ഒറിജിനൽ വാല്യൂ വിൽ ബി ചേഞ്ച്ഡ്. പാസ് ബൈ വാല്യൂ ആണെങ്കിലോ ഒറിജിനൽ വാല്യൂ വിൽ ബി റിട്ടൈൻഡ്. If you want to retain the original value, we can use call by value. If you want to if you don't mind changing the original value, we can use call by address. Okay. This is another program to find the length of a string using function pointer. ഇതൊരു പറയട്ടെ. ഇവിടെ എന്താ വ്യത്യാസം? നമ്മൾ extra length function നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് സ്വന്തമായിട്ട് എഴുതുകയാണ്. We are writing extra length function on ourselves. We are writing in our own. നോക്കി ഹാഷിംഗ് സ്ട്രിംഗ് ഡോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റ് വരും. ഇൻക്ലൂഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നമ്മൾ str_len എന്ന ഫംഗ്ഷൻ എഴുതുക. എൻ്റർ എ സ്ട്രിംഗ്, സ്കാൻ ഓഫ് സ്ട്രിംഗ്, n ഈക്വൽ ടു extra length string. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ലൈബ്രറി ഫംഗ്ഷൻ ആയിരുന്നു. Now we are writing our own function. നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റി എഴുതാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്ട്രിംഗ് ലെങ്ത് ഈ പേര് മാറ്റി കൊടുത്താലും മതി. അത് ചെയ്തു, n കിട്ടി, n പ്രിന്റ് ചെയ്തു. പ്രോഗ്രാം മെയിൻ വളരെ ചെറിയ പ്രോഗ്രാമാണ്, കാരണം ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് വിളിക്കുന്നു, വേറെ ഫംഗ്ഷൻ ചെയ്തു തരുന്നു, ഉത്തരം ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇത് മാത്രമാണ് എസൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ നമ്മൾ സ്ട്രിംഗ് ആണ്, ഇവിടെ ക്യാരക്ടർ ആണ് പാസ് ചെയ്യുന്നത്, ക്യാരക്ടർ സ്ട്രിംഗ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ സ്ട്രിംഗ് ആയിട്ട് വേണം റീഡ് ചെയ്യാൻ. ഇൻഡ് i equal to 0, y s of i not equal to 0, ജസ്റ്റ് i റീഡ് ചെയ്തു. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് hello. Let me take a character HELLO. This is a string. ഇവിടെ എവിടെയാണ് റീഡ് ചെയ്യുന്നത്? ഇവിടെയാണ് റീഡ് ചെയ്യുന്നത്. സ്ട്രിംഗ്, ഇതിന്റെ പേര് സ്ട്രിംഗ് എന്നാണ്. സ്ട്രിംഗിൽ നമുക്ക് അറിയാം, സ്ട്രിംഗ് റീഡ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം /0 ഉണ്ടാവും. മറന്നുപോയിട്ടില്ലല്ലോ, സ്ട്രിംഗിന്റെ ഏറ്റവും അവസാനം എപ്പോഴും /0 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ വിളിക്കുന്നു. ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഇവിടെ ഈ സ്ട്രിംഗിന്റെ പേര് എസ് എന്നായിരുന്നു ഇവിടെ കൊടുത്തത്. ഇവിടെ നമ്മൾ സ്ട്രിംഗ് എന്നാണ് കൊടുത്തിരുന്നത്.
ഫംഗ്ഷൻ എവിടെ റീഡ് ചെയ്യുന്ന എസ് എന്നുള്ള പേരിലാണ് റീഡ് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് എസ്. ഓക്കെ, ഈ യൂസ് സെയിം സ്ട്രിങ്, കാരണം പോയിന്റർ വെച്ചാൽ പാസ് ചെയ്തേക്കുന്നത്. ഒരു കാര്യം പറയാം, പോയിന്റർ വെച്ചാൽ പാസ് ചെയ്തേക്കുന്നത്. നൗ ഐ എന്നുള്ള വേരിയബിൾ എടുത്തു, ഐയുടെ വാല്യൂ 0, ഇത് 0, 1, 2, 3, 4, 5, ഐയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, വൈൽ എസ് ഓഫ് ഐ നോട്ട് ഈക്വൽ /0, ഇത് /0 ആണോ നോക്കി, ഇല്ലെങ്കിൽ ഐ ഇൻക്രിമെന്റ് ചെയ്തു, അല്ല ഐ ഇവിടെ വന്നു, അത് /0 അല്ല ഐ ഇവിടെ വന്നു, /0 അല്ല ഐ ഇവിടെ വന്നു, /0 അല്ല ഐ ഇവിടെ വന്നു, ഇവിടെ എത്തി /0 ആണ്. /0 ആകുമ്പോൾ എന്ത് പറ്റും, ഐ റിട്ടേൺ ചെയ്യും. ഐയുടെ വാല്യൂ എത്ര, 5 ആണ് റിട്ടേൺ ചെയ്യും, റിട്ടേൺ 5. കറക്റ്റ് അല്ലേ സ്ട്രിംഗ് ലെങ്ത്? 1, 2, 3, 4, 5. /0 കൂട്ടിയിട്ടാണ് 5 വരുന്നത്, പക്ഷെ നമ്മൾ 0 മുതൽ കൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് വേണം, 0 മുതൽ 4 വരെ ഉള്ളൂ, പക്ഷെ കൗണ്ട് ചെയ്യുമ്പോൾ 5 എണ്ണം വരും അല്ലേ, 1, 2, 3, 4, 5. So we are returning the value 5 here. So answer n ന്റെ വാല്യൂ 5 എന്ന് കിട്ടും, 5 will be printed. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ആൻഡ് പാസ് ചെയ്തിട്ടില്ല. ലിസൺ നൗ, ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. when we pass, listen now, when we pass, പറഞ്ഞിരുന്നല്ലോ, array, we always pass by address. array ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ഇവിടെ array ആണത്, ലെങ്ത് ഓഫ് സ്ട്രിംഗ് ആണ്, സ്ട്രിംഗ് ഈസ് ആൻ array, ദിസ് സ്ട്രിംഗ് ഈസ് ആൻ ക്യാരക്ടർ array. ക്യാരക്ടർ array ആണ് ആൻഡ് ഉപയോഗിക്കേണ്ട, ഇവിടെ ആൻഡ് ഈസ് നോട്ട് റിക്വയർഡ്. നമ്മൾ പെർസെന്റേജ് സ്ട്രിംഗ് ഉപയോഗിക്കാറില്ല അല്ലേ. പ്രോഗ്രാം മനസ്സിലായല്ലോ. സ്കാൻ ഓഫ് പെർസെന്റേജസിൽ എന്ത് വേണം, ആൻഡ് ഉണ്ടോ, ദസ് നോ ആൻഡ് ഇല്ല. ബാക്കി പെർസെന്റേജ് ഡി ആണെങ്കിലോ ആൻഡ് ഉപയോഗിക്കണം, പെർസെന്റേജ് എഫ് ആണെങ്കിലോ ആൻഡ് ഉപയോഗിക്കണം, പെർസെന്റേജ് സി ആണെങ്കിലോ ആൻഡ് ഉപയോഗിക്കണം. ഓക്കെ, പെർസെന്റേജ് എസ് ആണെങ്കിൽ നോ ആൻഡ്, പെർസെന്റേജ് എസ് നോ ആൻഡ്. അതായത് പെർസെന്റേജ് എസിന് എപ്പോഴും, പെർസെന്റേജ് എസ് ആണെങ്കിൽ ഓൾവേസ് അറേ ഉപയോഗിക്കുന്നുണ്ട്, ഓൾവേസ് വി പാസ് അഡ്രസ്. അതുകൊണ്ട് ഇവിടെ ആൻഡ് വേണ്ട, നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ആൻഡ് വേണ്ട, ബിക്കോസ് ബൈ ഡിഫോൾട്ട് അഡ്രസ് വെച്ചിട്ടാണ് പാസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സ്ട്രിംഗ് ആണ് ഈ ആൻഡ് ഉപയോഗിക്കേണ്ട, ആൻഡ് ഉപയോഗിച്ചില്ലെങ്കിലും ആൻഡ് ഉപയോഗിക്കുന്ന അതേ പർപ്പസ് ആയിരിക്കും സ്ട്രിംഗിനെ ചെയ്യുക. ബാക്കി എന്താണെങ്കിലും ആൻഡ് ഉപയോഗിച്ച് പാസ് ചെയ്യുക, ആൻഡ് ഉപയോഗിച്ച് പാസ് ചെയ്യുമ്പോൾ അത് പോയിന്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സെയിം പ്രോഗ്രാം, സെയിം പ്രോഗ്രാം തന്നെ പോയിന്റർ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അതേ പ്രോഗ്രാം തന്നെയാണ്, നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം. നമ്മുടെ ഇവിടെ സ്ട്രിംഗ് നേരത്തെ അതേ സ്ട്രിംഗ് ആണ്, HELLO/0. This is what our string is. 0, 1, 2, 3, 4, 5. Okay. int I equal to 0. ആദ്യമേ നമ്മൾ സ്റ്റാറിന് ചെയ്തേക്കണം, ഇവിടേക്കായിരിക്കും എസ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് എസ് ഈസ് പോയിന്റിങ് ടു ദിസ് വൺ. എസ് പോയിന്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ കൂട്ടാം, പോയിന്റർ /0 പോയിന്റ് കൂട്ടുക. അപ്പോൾ എസ് ഇങ്ങോട്ട് വരും, എസ് ആണ് മാറുന്നത്, എസ് ഇവിടെ വരും, എസ് ഇവിടെ വരും, എസ് ഇവിടെ വരും, എസ് ഇവിടെ വരും. /0 ആണ്, അപ്പോൾ ഐയുടെ വാല്യൂ റിട്ടേൺ ചെയ്യും. നമ്മൾ ട്രാവേഴ്സിന് എസ് ഉപയോഗിക്കും, എസ് ഓഫ് ഐക്ക് പകരം ചെറിയ വ്യത്യാസമുള്ള എസ് ഓഫ് ഐ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റാർ എസ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചാൽ ദിസ് വെരി ഈസി, ദിസ് ഈസി യൂസ് ദിസ്, ഇത് ഉപയോഗിച്ചാൽ മതി. ദിസ് ഇസ് ഡെമോൺസ്ട്രേഷൻ ഓഫ് പോയിന്റ് അരിത്മെറ്റിക്. പോയിന്റർ ഉപയോഗിച്ച് ആഡ് ചെയ്യാം. പോയിന്റ് എസ് ഇസ് എ പോയിന്റർ, ഹിയർ എസ് ഈസ് എ പോയിന്റർ. ഓക്കെ, the string reverse ആണ്, we are reversing a string using pointers. ഇവിടെ രണ്ട് സ്ട്രിംഗ് റീഡ്, സ്ട്രിംഗ് 1ഉം സ്ട്രിംഗ് 2ഉം റീഡ് ചെയ്തു. റിവേഴ്സ് പ്രോട്ടോടൈപ്പ് ഇതാണ്, ക്യാരക്ടർ സ്റ്റാർ എസ്, ക്യാരക്ടർ സ്റ്റാർ ആർ. ഓക്കെ, റിവേഴ്സ് STR, രണ്ട് സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യാൻ പ്രോഗ്രാം വിളിച്ചു. എന്താ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റിവേഴ്സ് അങ്ങോട്ടും ചെയ്തേക്കാം. വി ഹാവ് എ സ്ട്രിംഗ് ഹിയർ, എസ് എന്നുള്ള സ്ട്രിംഗ് ഇവിടെ ഉണ്ട്, ആർ എന്നുള്ള സ്ട്രിംഗ് ഇവിടെ ഉണ്ട്, STRING. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എസ് എന്നുള്ളത് ട്രാവേഴ്സ് ചെയ്ത് ഇവിടെ വരെ എത്തിക്കും, എന്നിട്ട് തിരിച്ച് പ്രിന്റ് ചെയ്യും. എസ് ട്രാവേഴ്സ് ചെയ്ത് എസിന്റെ അവസാനം വരെ എത്തിച്ചു. അപ്പോൾ ഇവിടെ എത്തി, നമ്മൾ ഇവിടെ എത്തി, ജിയിലെത്തി. ഇനി എന്ത് ചെയ്യണം, എസ് മൈനസ് ചെയ്യുക, കോപ്പി ചെയ്യുക, ആറ് കൂട്ടിക്കൊണ്ടിരിക്കുക. ആറ് ഇവിടെയാണ് ഇരിക്കുന്നത്, ആർ പോയിന്റ്സ് ടു ഹിയർ. ജി ഇങ്ങോട്ട് റൈറ്റ് ചെയ്തു, ആർ ഇവിടെ എത്തി, എസ് ഇങ്ങോട്ട് കുറഞ്ഞു, എൻ എഴുതി, എസ് ഇങ്ങോട്ട് വരിക, ആർ ഇങ്ങോട്ട് പോവുക, എൻ എഴുതി, ഐ എഴുതി, ആർ എഴുതി, ടി എഴുതി, ജി എഴുതി, ടി എഴുതി, പിന്നെ എസ് എഴുതി, റിവേഴ്സ് ചെയ്യുക. ഓക്കെ, ദിസ് എക്സാമ്പിൾ എൻ്റർ എ സ്ട്രിംഗ്. ഇങ്ങനെ സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമേ എ ആയിരിക്കും പ്രിന്റ് ചെയ്യുക, പിന്നെ ആർ വരും, പിന്നെ ഇ വരും, പിന്നെ വൈ വരും, പിന്നെ ഒ വരും, പിന്നെ യു വരും, പിന്നെ ഒ വരും, കെ വരും, ആർ യു. ഓക്കെ,
Okay, this is for today. ഇതൊന്നും മനസ്സിലാക്കാനില്ല, ജസ്റ്റ് റീഡ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതാണ് പ്രോഗ്രാം, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. റിവേഴ്സ് സ്ട്രിംഗ് യൂസിങ് പോയിന്റേഴ്സ്. അപ്പൊ നമ്മൾ എസ് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ചെയ്യാം. എസ് എന്നുള്ള റിവേഴ്സ് എഴുതി, എസ് ഫസ്റ്റ് നോക്കുക, വൈൽ സ്റ്റാർ എസ് നോട്ട് ഈക്വൽ സ്റ്റാർ സീറോ, സ്റ്റാർ സീറോ എത്തുന്ന വരെ എസ് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ എസ് എവിടെ വരെ എത്തും? ആദ്യം ഇവിടെയായിരുന്നു, ഇവിടെ വരെ. ദിസ് ഇസ് വേർ എസ്, ഇത് സ്റ്റാർ സീറോ ആണ്, ഇവിടെ വരെ എസ് എത്തും. ഓക്കെ, ഇനി ആറിനൊരു വേറൊരു വേരിയബിൾ ഇട്ടിട്ടുണ്ട്. ആറിലേക്ക് എൻഡ് ചെയ്യണ വരെ എസ് കുറച്ചുകൊണ്ടിരിക്കുക. എസ് കുറയ്ക്കുമ്പോൾ എന്തോരും? ആദ്യം ഇ ആണ്, എസ് ഇവിടെ എത്തും. ഇ ആണ്, ഇ ഇവിടെ റൈറ്റ് ചെയ്യും, ഇ ഇവിടെ റൈറ്റ് ചെയ്യും. ഇനി ആറ് കൂട്ടും, ആറ് ഇവിടെ എത്തും. പിന്നെന്താ? എസ് റൈറ്റ് ചെയ്യും, അത് എസ് ഇവിടെ എത്തി, ഇവിടെ എസ് റൈറ്റ് ചെയ്തു, ഇതിങ്ങോട്ട് കൂടി. ഇത് ആറ് ഇവിടെ എഴുതും, ഇതിങ്ങോട്ട് കൂടി, ഇതിങ്ങോട്ട് കുറഞ്ഞു. ഇ എഴുതി, ഇത് കൂടി, ഇത് കുറഞ്ഞു. ബി, ഇത് കൂടി, ഇത് കുറഞ്ഞു. ഇ, ഓക്കെ, അടുത്തതോ ഇവിടെ ആറ് വന്നു. ഓക്കെ, ഇത്രയും വന്നു. ഇനി അവസാനം നമുക്ക് അവസാനം സ്ലാഷ് സീറോ എഴുതി കൊടുക്കണം, കാരണം എപ്പോഴും സ്ട്രിങ്ങിന്റെ അവസാനം സ്ലാഷ് സീറോ എഴുതി. This is why we reverse a string. Hope it is clear. പ്രോഗ്രാം മനസ്സിലാക്കി നോക്കുക, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്തേക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.